MG3 കണക്ട് ചെയ്യാൻ പറഞ്ഞു 41. അണ്ണാ 41. അല്ലല്ല നിനക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എന്തായിരുന്നു പറഞ്ഞാരല്ലോ എനിക്കൊന്ന് റേഡിയോയില്. വൈകുന്നേര സമയത്ത് വൈകുന്നേര സമയത്ത് ഞാനും ലോലിനോടെ നിന്നപ്പോ ഞങ്ങളോടെ നിന്നപ്പോ അമ്മമാര് ലോലിന് എന്തോ പറഞ്ഞു സിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ വന്ന് അതുമേ കയറി പിടിച്ച അമ്മമാര് നിനക്കൊക്കെ പറയാണ്ടെങ്കിൽ നേരിട്ട് പറ അങ്ങനത്തെ രീതി ഒന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അങ്ങനെ അവിടെ സംസാരമായി കൊടയായി അടിച്ചിട്ട് നമ്മള് കത്തിച്ചിട്ട് നിങ്ങളെ അടിച്ചു കത്തിച്ചാ? ഇല്ല നമ്മളെ അല്ല ഇതിപ്പോ നമ്മളായിട്ട് തുടങ്ങിയതാണോ സിറ്റുവേഷൻ അതോ അവരായിട്ടാണോ? സത്യസന്ധമായി നമ്മള് നമ്മുടെ സൈഡ് നമ്മള് നമ്മുടെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലാ പറഞ്ഞത്. സംസാരിക്കണം അറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? പറഞ്ഞു അവനോട് പേര് ചോദിച്ചാൽ ചിലപ്പോ എന്നെ അവൻ മോശമായിട്ട് കാണും. പേരോ MG3 അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ജൂഡ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ അതോ ലോലനുണ്ടായിരുന്നല്ലേ? എനിക്കറിഞ്ഞൂടാ ജൂഡാണെന്ന്. സ്പാം നിർത്തി ചാറ്റില്. ഓക്കെ ഓക്കെ എന്നാ എന്തായാലും നിങ്ങളോട് വീശിക്കല്ല ഇതിനകത്തോട്ട് വാ. എന്താ റേഡിയോ എത്രയായിരുന്നു? 41. ചുമ്മാ സ്പാം ചെയ്തൊക്കെ ടൈം ഔട്ട് വരുവേ. ഹലോ ഹലോ ഇതാരാ? പറഞ്ഞോ ബ്രോ പറഞ്ഞോ. 5 കഴിയുമ്പോ ലൊക്കേഷൻ കാര്യം പോലും സംസാരിച്ചില്ല ബ്രോ. എന്താ കാര്യം പറ. അടിയോട് തലക്ക് പോകും. എന്ത് സിറ്റുവേഷൻ അറിയത്തില്ല. ഇതെന്ത് സെറ്റപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൊക്കേഷൻ അടി കൊണ്ടപ്പോ മറന്നു എല്ലാം തലക്ക് മറന്നു. സിറ്റുവേഷൻ എന്താണ് അറിയാത്ത ആളാണോ റേഡിയോ കയറിയിരിക്കുന്നത്? ഇത് മറ്റേ ഇന്ന് ഉച്ചക്ക് നമ്മുടെ കല്യാണമായിരുന്നു. 9 മണിക്ക് ഫസ്റ്റ് നൈറ്റ് കേറി കഥ എന്ത് പറയൂലേ അതുപോലെ ഗോകു ഉണ്ടായിരുന്നുണ്ടോ? ഗോകു ഉണ്ടായിരുന്നു. ഗോകു 10 മിനിറ്റിനകത്ത് നിങ്ങൾ റെഡി ആയിരിക്കാൻ അവര് കൊണ്ടുപോകരുതെന്ന് കൊണ്ട് കുറച്ചതിനെ കൊണ്ടുപോകാൻ പോണെന്ന് കാര്യം അറിയാതാണോ റേഡിയോ കണക്ട് ചെയ്യാൻ വന്നിട്ട് റേഡിയോ കണക്ട് ചെയ്യാൻ പറയാൻ സിറ്റുവേഷനെ കുറിച്ച് പറയാത്തത്? സിറ്റുവേഷൻ സിറ്റുവേഷൻ ഉച്ചക്ക് നിങ്ങളായിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് റേഡിയോ എന്തായാലും സിറ്റുവേഷൻ സംസാരിക്കാൻ വരുമ്പോ ബ്രോ നമ്മൾ എന്തായാലും നടന്ന സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാലോ. പറയാ ബ്രോ. ഉച്ചക്ക് സംസാരമായിരുന്നു. എന്നിട്ട് ഞങ്ങളെ അടിച്ച് 5 പേരൊക്കെ ഒന്ന് കത്തി സംസാരം. നീ എനിക്ക് അയച്ചു ആ 5 പേരൊക്കെ ഒന്ന് കത്തിച്ചു. അപ്പൊ ഞങ്ങൾക്ക് റീവാറടിക്കാനാണ് ഇപ്പൊ നേരത്തെ പറയാനാണ് റേഡിയോ കയറിയത്. ബ്രോ ഇത് ഈ സിറ്റുവേഷൻ ആയ കാരണം കൂടെ ബ്രോ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് ചോദിക്കുമെങ്കിലും ചെയ്യും. ഞങ്ങൾ ഇത് അങ്ങനെ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയാതെ നമ്മളുടെ അടുത്ത് എന്തുകൊണ്ടാ സിറ്റുവേഷൻ ആയത് എന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ഇതിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട പോലെ ആയി പോയല്ലോ ബ്രോ. ഇത് റീസൺ അതുകൊണ്ടാണ് എടാ നമുക്ക് ടൈം ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? ടൈം നമ്മുടെ ഇഷ്ടത്തിന് പറയാം. അവരുടെ ആവശ്യമില്ലേ? ഹലോ ഹലോ പറഞ്ഞു ബ്രോ. നേരത്തെ ജൂഡിന്റെ ഒക്കെ പറഞ്ഞായിരുന്നു. നേരത്തെ ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞിട്ട് ബാക്കി സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ല ജൂഡിന്റെ കാര്യമല്ല ബ്രോ. ഞാൻ ഇപ്പൊ നമ്മളിപ്പോ സിറ്റിയിൽ വരുമ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ ബ്രോ. എന്താണ് സിറ്റുവേഷൻ എന്താണ് ഇതെന്നുള്ള അറിഞ്ഞിട്ടല്ല നമുക്ക് ഈ വാറിലേക്കൊക്കെ പ്രീ വാർ വാറിലേക്ക് നമുക്ക് ഇപ്പൊ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന സമാധാനമല്ലേ ബ്രോ ഏറ്റവും വലുത്. അല്ലടാ നേരത്തെ നമ്മള് റേഡിയോ കണക്ട് ചെയ്തിട്ട് പറഞ്ഞായിരുന്നില്ലേ ഞാൻ മനസ്സിലായ എന്താടാ അവിടെ വെച്ച് പറഞ്ഞതല്ലേ ലോഗൻ ബ്രോ? ലീഡറോ ആണോ MG3? അല്ല
അല്ല നിങ്ങൾക്ക് ലീഡർ കോലീഡർ ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കാമോ? നമുക്കൊന്ന് ജസ്റ്റ് സംസാരിച്ചേ. നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണോ റേഡിയോ തന്നെയാണോ? റേഡിയോ സംസാരിക്കുക. അല്ല സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് പ്രശ്നം എന്നെങ്കിലും അറിയണ്ടേ? ഓക്കെ 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 ഓക്കെ. പുള്ളിക്ക് ഭയങ്കര ധൃതി. 5 മിനിറ്റിൽ പ്രീവാർ ലൊക്കേഷൻ ഇതാ വരുന്നു, നിങ്ങൾ അവിടെ കല്യാണം വിളിക്കുന്നുള്ളൂ 27 അല്ല നമ്മളപ്പോഴേ വണ്ടി എടുത്തിട്ടേ ഓക്കെ 5 മിനിറ്റ് വരാന്ന് പറഞ്ഞ ചെല്ലണമായിരുന്നു. അതാണ് അവൻ എക്സ്പെക്ട് ചെയ്യണതാണ്, പുള്ളി എക്സ്പെക്ട് ചെയ്യണതാണ് സംഭവം. അല്ലണ്ണ HF ഒക്കെ അങ്ങനെയാണ് ആണല്ലേ? ഇതും പറഞ്ഞ അവിടെ ചെന്ന് അടി കൊണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ HF അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ടോ? പിന്നെ ഇല്ല, സിറ്റി പോലെ കണ്ടിട്ടില്ല YDS കണക്ട് 46. ഇപ്പൊ നമ്മള് ഒരു സെക്കൻഡ് ഞാൻ പോരാ. വേറെടാ മഞ്ഞ കളർ ലംബമൊക്കെ കണക്ട് ആയില്ലേ? 46 കണക്ട് ആവുന്നില്ല. യു ആർ നോട്ട് അലൗഡ്. TV കണക്ട് 100. അപ്പൊ എന്നെ പോലീസ് കൊണ്ടുപോയി. ഹലോ 100. ഹലോ ബ്രോ, നമ്മള് ക്യാമ്പസിനെ പുറത്തുണ്ടായിരുന്നേ. എത്തിയല്ലേ കറക്റ്റ് ആയിട്ട്? ഞങ്ങളൊരു 10 അടിക്കുള്ള ആളുണ്ട്. ആണല്ലേ? വെരി ഗുഡ്. അതെ അതെ. എടാ എല്ലാരും ഈ MG3 അതിന്റെ ഇടയ്ക്ക് ഇതിനു മുമ്പ് ഒരു സിറ്റുവേഷൻ നടന്നായിരുന്നു. അമ്മമാർക്ക് കറക്റ്റ് ഇപ്പൊ 5 മിനിറ്റ് പ്രീവാർ ഞങ്ങളത് ആലോചിച്ചായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. TV കണക്ട് 123. ഇപ്പൊ റേഡിയോ പോലെ 23 ഇവിടെ 3 ദിവസം ഞാൻ ഇല്ലാത്തതിന്റെ എല്ലാം. ഹലോ പിന്നെ നമ്മളൊന്ന് ഗ്യാങ് ഹൗസിൽ ചെയ്തായിരുന്നു. ചെറിയ 2 പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ സത്യമായിട്ട് പറയാം, നമ്മളൊരു പരിപാടിക്കകത്ത് നിൽക്കുമായിരുന്നു. അതിനകത്ത് ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് അടിക്കാൻ തല്ലാൻ വേണ്ടി കുറെ പേര് വന്നിപ്പുണ്ട്, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി കുറെ പേര് നിന്നിപ്പുണ്ട്. അതിന്റെ കൂടെ നിങ്ങളും കൂടെ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇല്ല ഇത് അടിയല്ലല്ലോ അല്ലേ? അത് മാത്രം പറഞ്ഞാൽ മതി. അയ്യോ ഇപ്പൊ നല്ല സമയമല്ല, ഓൾറെഡി ഒരു ഗ്യാങ്ങിനെ മീറ്റിങ്ങിന് നമ്മൾ ഇതിനകത്ത് വിളിച്ചേക്കോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചാൽ മതിയോ? നല്ല 10 മിനിറ്റിന്റെ പ്രീവാർ അടിക്കണം എന്ന് പറയും. എന്താ പറയണ്ടേ? ഏത് റേഡിയോ ഏതാന്ന് പറ. 41 കുറച്ചേരം മുന്നേ ഒരുത്തിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേസിന്. അപ്പൊ നിങ്ങളെ ആൾക്കാർ കുറവായിരുന്നു, നമ്മളെ ആൾക്കാർ കൂടുതൽ തന്നെയായിരുന്നു. ആ സമയത്ത് ചോദിച്ചപ്പോ അവര് നിങ്ങളുടെ കൂടുതൽ ഒരുത്തം പറഞ്ഞ ആൾക്കാർ സിറ്റി കയറാൻ പറ്റുന്നില്ല അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൾക്കാരും കയറട്ടെ, ഇപ്പൊ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. നമ്മള് കുറെ നേരം വെയിറ്റ് ചെയ്യും. നേരം വെയിറ്റ് ചെയ്യണം ബ്രോ. കുറെ നേരം നിന്നാണ് നിങ്ങളുടെ ഹോട്ടലിൽ ഒരുത്തന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. എടാ ഓക്കെ ഓക്കെ, എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാ? 15 മിനിറ്റ് വെയിറ്റ് ചെയ്യടാ, അല്ലാണ്ട് അതിന്റെ അപ്പുറം നടക്കൂലടാ. അത് കഴിയുമ്പോ എന്ത് ചെയ്യും? 15 മിനിറ്റ് കഴിയുമ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം പറഞ്ഞതാണ്. ഉണ്ടാക്കാൻ പോണില്ല, അതാദ്യം മനസ്സിലാക്കിയാൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ വീട്ടില് ഞങ്ങൾ ഓൾറെഡി ഒരു സിറ്റുവേഷനിലായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രോ. നമുക്ക് അടിക്കാൻ അങ്ങനെയല്ല, വേറെ ഇതൊന്നും ഇല്ല. ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. 15 സമയത്ത് കൂടെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? നമ്മൾ എന്ത് പറയണം? പിന്നെ സംസാരിക്കണം. അല്ലല്ല, നിങ്ങൾക്ക് 10 മിനിറ്റ് പറ്റത്തില്ല നിങ്ങളും പറഞ്ഞില്ലേ? നമ്മൾ ചോദിച്ച സമയം 10 മിനിറ്റ് അല്ല. നിങ്ങൾക്ക് എത്ര വേണം? അതാണ് ചോദിച്ചത്. എത്ര വേണം ചോദിക്കുന്നത്? എത്ര വേണം? 2 മണിക്കൂർ വേണ്ടി വരും. അവന്റെ എത്ര വേണമെന്ന് ചോദിക്കാൻ 15 മിനിറ്റ് വരണമെന്നും പറയുന്നു. കളിപ്പുള്ളേ നമ്മളിവിടെ സമയത്തിന് വരെ
അല്ലേ സമയം പറഞ്ഞു വിട്. എന്ത് പറയണം പറ സമയം ഒരു അരമണിക്കൂർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബ്രോ. ഞങ്ങൾക്ക് ഐഡിയസ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നമുക്കൊരു നമ്മുടെ ഗ്യാങ്സിന് പുറത്ത് ഓൾറെഡി വന്ന് നിൽക്കുക. അന്നേരമാണ് നിങ്ങൾ ഇതാക്കി കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. നിങ്ങൾക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയണം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് അവർ പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഡീലാക്കുന്ന ടൈം മതി, ഒരു 30 to 45 മിനിറ്റ് മാക്സിമം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ, അല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ബ്രോ ഈ സിറ്റുവേഷൻ വൈകിട്ട് എന്തോ അല്ലേ നടന്നേ ബ്രോ? അപ്പൊ ബ്രോ ഈ 10:30 വന്നിട്ട് 10:30 പ്രീ വാർ അടിച്ചിട്ട് പിന്നെ നാളെ പോയി ബാർ അടിക്കാനാണോ നിങ്ങൾക്ക്? നമ്മളിന്നടിച്ചിട്ടേ പോകത്തുള്ളൂ ബ്രോ. നമ്മൾ ഈ 10:30 2 മണി വരെ സമയമില്ലേ നമ്മളെ സമയം കൊണ്ട് നീ പ്രീ വാറും ബാറും എങ്ങനെ അടിക്കുന്നത്? ടൈം 5 മിനിറ്റ് കൂടി നിൽക്കുന്നതാക്കത്തില്ല നമ്മളെന്തായാലും. അങ്ങനല്ല ബ്രോ, ഇവിടെ ഈ സിറ്റിയിൽ ഒരു റൂളില്ലേ, 2 മണിക്ക് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അതല്ലേ ചോദിച്ചേ. 2 മണിക്ക് മുമ്പേ അടിക്കാം. 2 മണിക്ക് മുമ്പേ അടിക്കാം. ഞങ്ങള് 10 മണിയായല്ലേ ഉള്ളൂ. അടിക്കാന്നല്ല, അടി കൊള്ളാന്ന് പറ. ഓ അതിപ്പോ ചുമ്മാരി ബ്രോണ പുഴുത്ത് കിടന്നായിരുന്നു, കത്തിച്ച വിട്ടതല്ല. ബ്രോ